ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 24 hours റെഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കുട്ടി നമ്മളോട് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതാട്ടോ വീഡിയോ. നമ്മൾ രാവിലെ ഇനി അതിനായിട്ട് ചെയ്യാൻ പോകുന്നത് പാൻ കേക്കാണ് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാട്ടോ അതിനായിട്ട് എടുത്തേക്കുന്നത്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ നമ്മൾ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഏകദേശം ഒരു അളവാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പും കൂടി വേണം. ഞാനിപ്പോൾ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കളറിന് വേണ്ടി നമ്മളിവിടെ ഫുഡ് കളർ എടുക്കുന്നുണ്ട്. ഇത് എടുക്കേണ്ടില്ല, ആവശ്യമില്ല. നമ്മളിപ്പോൾ 24 hours റെഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആയതുകൊണ്ട് അതങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, പാല് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, നമ്മൾ സോഡാ പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്, പക്ഷെ ഇവിടെ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഒരു നുള്ളി ഞാൻ സോഡാ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട 2 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരിട്ട് സോഡാപ്പൊടി ഇടുവാട്ടോ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അരിച്ചെടുത്ത് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഇനി നമ്മളൊരു ചെറിയൊരു അളവിന് കളറും ചേർത്ത് കൊടുക്കുവാണേ. കളറ് ചേർക്കേ വേണ്ട, ഇതിപ്പോൾ നമുക്ക് റെഡ് കളറ് വേണോണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണേ. ഇനി കുറച്ച് വാനിലയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളേ ഒഴിക്കുന്നുള്ളേ. ഇനി നമുക്ക് ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബീറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഷുഗർ നിങ്ങളുടെ മധുരമൊക്കെ നോക്കി അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഒരു ഏകദേശം അളവാണ് എടുക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്തോരമാണോ പാല് വേണ്ടത് അതനുസരിച്ച് പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കുറച്ചായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ടാ. ഇതിപ്പോൾ പാല് ശരിക്കും കട്ടിപ്പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പാല് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേ നമ്മുടെ ഡോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, കട്ടയൊക്കെ ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു തണ്ണിമത്തം വെച്ചൊരു ഫ്രഷ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാൻ കേക്കും അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിന് കഴിക്കാൻ പോവാണ്. പാൻ കേക്കിൻ്റെ കൂടെ നമ്മൾ ഹണിയാട്ടോ കൂടെ എടുക്കുന്നത്. ഞാൻ സിറപ്പ് കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഹണിയാണ് എടുത്തത്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഫ്രീസായിരിക്കുകയാണ്, കിട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പാൻ കേക്ക് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇതും കൂട്ടി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് എടുത്തുന്നുള്ളൂ ഹണി. അപ്പോൾ നമുക്ക് കഴിക്കാം.
ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതെന്താ ടേസ്റ്റ് എന്നൊരു ആകാംക്ഷയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എന്താവുമെന്നും അറിയാൻ പാടില്ല. ഞാൻ വായിലേക്ക് വെച്ചു. കുഴപ്പമില്ല, വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ കളർ ചേർത്തതിൻ്റെ ആണോ എന്ന് അറിയില്ല, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. തേൻ കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നല്ല കേട്ടോ. തേൻ എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഇട്ടുപോയില്ലേ, അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. ഈ ഹണി ചേർത്തത് എനിക്ക് അത്ര കോമ്പിനേഷനായിട്ട് തോന്നണില്ല. ഇതിലും നല്ലത് ഇത് വെറുതെ കഴിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെയാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ തീരുമാനിച്ചു. കാര്യം എന്താ വെച്ചാൽ നമ്മള് ഒഴിച്ചു പോയല്ലോ. തേൻ ഒഴിച്ചുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റാണ്. ഇതിങ്ങനെ ആവുമെന്ന് ഞാൻ ഒട്ടും ഓർത്തില്ല. അതുകൊണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ ഒന്നും റെഡി ചെയ്യാനും കരുതിയായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്കിത് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ചലഞ്ച് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെയും കഴിച്ചു തീർക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാട്ടർമെലണിന്റെ ജ്യൂസ് കുടിച്ചു കൊടുക്കുമായിരുന്നു. അത് കുടിക്കുമ്പോൾ ഈ പാൻ കേക്കിന്റെ ടേസ്റ്റ് അത്ര അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇതിന്റെ ടേസ്റ്റ് അറിയാണ്ടിരിക്കാൻ വേണ്ടി കുടിക്കേണ്ട അവസ്ഥയായി. ഫസ്റ്റ് ഓർത്തത് ഇതിന്റെ കൂടെ വല്ല ഡ്രിങ്ക് വേറെ എന്തെങ്കിലും റെഡ് കളറുള്ളത് എടുക്കാമെന്ന് ഓർത്തിരുന്നത്. എന്തായാലും നന്നായി ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയ സ്ഥിതിക്ക് വാട്ടർമെലൺ ആക്കിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഇതിന്റെ ടേസ്റ്റ് അറിയാണ്ടിരിക്കാൻ ഇടയ്ക്ക് ഞാൻ പാൻ കേക്ക് കഴിക്കും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് ജ്യൂസ് കുടിക്കും, പിന്നെ അപ്പം കഴിക്കും. ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ അത് കഴിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്ലേറ്റ് ഒക്കെ കാലിയായി. ഇനി ഇതും കൂടി ഉള്ളൂ. ഇതും കൂടി കഴിച്ച് തീർന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷായി. അപ്പോൾ കുറച്ച് ജ്യൂസും കൂടി ഉണ്ടായിരുന്നു പിന്നെയും കുടിക്കാൻ, ബാക്കിയോടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കുടിച്ചു. അപ്പം അത്രേ ഉള്ളൂ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ വേറൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് ആട്ടോ നോക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ പോവാട്ടോ. ഉച്ചത്തേക്ക് നമ്മൾ തക്കാളി സാധമാണ് ഉണ്ടാക്കുന്നത്. അതിനെന്തേ പൊന്നിയരി വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാളയും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതേ നമ്മൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് നമ്മുടെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാട്ടോ ഇട്ട് കൊടുക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. ഈ ഒരു പേരിന് നമ്മൾ ഇത്തിരി പെരുംജീരകം ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അപ്പോൾ ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി നല്ലോണം വഴറ്റാം. അപ്പോൾ ദേ സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്ര വട്ടം നമ്മൾ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കണത്. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സവാള നല്ലോണം വാടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാട്ടോ, ഇത്തിരി വേഗത്തിലാവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ വാടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നെ അതുപോലെ തന്നെ ചേർക്കാൻ പോണത് കാശ്മീരി മുളക് പൊടിയാട്ടോ. കാശ്മീരി ഇത്തിരി നമ്മൾ കൂടുതൽ ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല റെഡിഷ് കളറിൽ ഇരിക്കണമല്ലോ, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത്ര മുളക് പൊടി നിങ്ങൾ ചേർക്കണമെന്നില്ല, ഇതിപ്പോൾ റെഡ് കളറിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ ഇത്തിരി ഗരം മസാലയും ചേർത്ത് കൊടുക്കുവാണേ. നമുക്ക് നല്ലോണം ഇതൊന്ന് മൂക്കണം. അപ്പം അതേ നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം ഞാനൊന്ന് ഇത്തിരി തീ കൂട്ടിയിട്ട് ഇതിൽ വെള്ളം ഉണ്ടല്ലോ ഒന്ന് വറ്റാൻ വേണ്ടി ഇത്തിരി നേരം തീ കൂട്ടിയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വറ്റി കഴിഞ്ഞിട്ട് പിന്നെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അതേ നമ്മുടെ തക്കാളി റൈസിനുള്ള തക്കാളിയൊക്കെ നല്ലോണം വാടി എണ്ണയൊക്കെ കക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലെത്തണം. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് റൈസ് ചേർക്കണുള്ളൂ, നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ആ റെഡിഷ് കളർ പോരുതല്ലോ,
അതുകൊണ്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ രണ്ടാമത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാ കേട്ടോ. ഇതൊക്കെ ഇതിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. എണ്ണ ദേ ഒഴിച്ചിട്ടുണ്ട്, ഓയിലാണ് ഒഴിച്ചേക്കണേ. കളറൊന്നും ചേർത്തിട്ടില്ല. കാശ്മീരി ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ചേർത്തിട്ടുണ്ട്, ഉപ്പും ഉണ്ട്. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോണ ചിക്കനിൽ ചേർത്തേക്കണത്. അപ്പം എണ്ണ ചൂടായി വന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. അപ്പൊ ദേ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെച്ച് നമ്മളിതേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ തക്കാളി ചോറും അതുപോലെ തന്നെ ദേ നമ്മുടെ ചിക്കൻ ഫ്രൈയും പിന്നെ അതുപോലെ ഇത് കൊണ്ടാട്ടം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചെടുത്തതാണ്. അതാണ് ഈ ചെറിയ റെഡിഷ് കളർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. അപ്പൊ അതേ തക്കാളി റൈസ് ആണ് നമ്മൾ കഴിച്ചു നോക്കാൻ പോണത്. ആദ്യം വാ വെച്ച് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന്. അത് മാത്രമായിട്ട് കഴിച്ചിട്ട് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഉണ്ടാക്കി, അതുകൊണ്ട് നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ റൈസ്. പിന്നെ അതുപോലെ ചിക്കനും അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് അതിലും ഞാൻ എരിവ് പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അതും കൂട്ടി ഞാൻ കഴിച്ചു. എനിക്ക് രണ്ടും ഇഷ്ടമായി. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റൈസും കൊള്ളായിരുന്നു. എല്ലാം എനിക്ക് ഇഷ്ടമായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഞാൻ എന്തോരം മെരിഞ്ഞാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കണേന്ന്. പക്ഷെ എനിക്ക് സ്പൈസ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ എരിവ് ഇഷ്ടമല്ലാത്തവർ കുറച്ച് എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇത്രയാണ് കഴിച്ചോളൂ, വേറൊന്നും കഴിച്ചില്ല. അപ്പം നമ്മുടെ ലഞ്ച് ഇതേ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് നമ്മൾ കഴിക്കാനായിട്ട് ജങ്ക് ഫുഡും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് ഡ്രിങ്കും ആയിട്ട് എടുത്തത്. ഇപ്പം ഈ കണ്ട രണ്ട് ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ഡിനാമീറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ചില്ലി ലൈം ഫ്ലേവർ ആട്ടോ നമ്മളെടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഇത് കണ്ടോ കോല് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുഴലപ്പം ഒക്കെ ഇല്ലേ അതേപോലെ ചെറിയ കുഴലപ്പം പോലെ ആട്ടോ ഇരിക്കുന്നത്. കയ്യിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം അത് നിറച്ച് മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണത് കാണാം. വായിലേക്ക് ജസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് കുഴപ്പമില്ലാന്നൊന്നും തോന്നും നമുക്ക്. എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചവച്ച് ഇറക്കി കഴിയുമ്പോഴത്തേക്കും വായിൽ ഭയങ്കരമായിട്ട് ഭയങ്കര പുളിപ്പാണ് തോന്നണത്. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഇത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുടിക്കാൻ എടുത്തത് ഈ ഡ്രിങ്ക് ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇതാട്ടോ കഴിച്ചത്, മറ്റത് കഴിച്ചില്ല. പിന്നെ അപ്പം ഇതെന്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റത് കുറച്ചൊന്ന് പണി പാളിയോണ്ട് ഇതെങ്ങനെയാവുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എനിക്ക് കഴിച്ചപ്പോൾ ഒരു മെഡിസിൻ്റെ ചൊവയാട്ടോ ഫീൽ ചെയ്തത്. ഫസ്റ്റ് കഴിച്ചതിൻ്റെ ചൊവയൊന്ന് പോകാനായിട്ട് ഇതൊന്ന് ഹെൽപ്പായി. അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ചൊവ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പം തോന്നിയില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാനത് മൊത്തമായിട്ട് കുടിച്ച് തീർത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് വേറൊന്നും കഴിച്ചില്ലേ, ഇതേ കുടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ആണ് കഴിച്ചത്. അനാറുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ടർമെലണും എടുത്തായിരുന്നു കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. വേറെ ഷുഗറോ ലൈമോ അങ്ങനെ ഒന്നും ഒഴിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്. നമ്മളിങ്ങനെ മോർണിംഗ് ഫുള്ള് നല്ല ഹെവി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നൈറ്റ് ഇങ്ങനെ വല്ല ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ സ്റ്റൊമക്കിനും അതെ നമുക്കും ഒരു സമാധാനമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ഫ്രൂട്ട്സ് ആക്കാമെന്ന് ഓർത്തത്. പിന്നെ നമ്മൾ ഈ നൈറ്റ് കട്ട് ഫ്രൂട്ട്സ് അല്ലാണ്ട് വേറൊന്നും കഴിച്ചില്ല. അപ്പം ഇതാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.